ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു വലിയ നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്, ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് സന്തോഷം കിട്ടുന്ന ജോലി ഏതാണെന്ന് ചോദിച്ചാൽ വയ്യാത്ത അമ്മമാരെ നോക്കുന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷം ഞാൻ കണ്ടെത്തുന്നത്. കാരണം എനിക്ക് എൻ്റെ അമ്മയെ കൂടുതൽ നോക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടില്ല. എൻ്റെ അന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ കുവൈറ്റിൽ ജോലിക്ക് പോയതുകൊണ്ട് എൻ്റെ അമ്മയെ നോക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എങ്കിലും എനിക്ക് കിട്ടിയിരിക്കുന്ന അമ്മമാരിനെ ഞാൻ എൻ്റെ അമ്മയെ പോലെ എൻ്റെ ഹൃദയത്തിൽ ചേർത്തി തന്നെയാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. കുവൈറ്റിലെ അമ്മച്ചിയെ, എൻ്റെ അമ്മ മരിച്ച് ഞാൻ 16 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എനിക്ക് കിട്ടിയതായിരുന്നു കുവൈറ്റിലെ ഒരു അമ്മച്ചി. കോമയിൽ കിടക്കുന്നതാണ്. ഒരു ഭാഗം തളർന്നു പോയി, സംസാരിക്കില്ല, ഒന്നും ചെയ്യില്ല. പക്ഷേ മൂക്കിൽ ട്യൂബും യൂറിൻ ട്യൂബ്, കഴുത്തിൽ ഈ ഓട്ടയാക്കിയിട്ട് ഒരു സാധനം വയ്ക്കുന്നുണ്ടല്ലോ, അത് എല്ലാം ഉള്ളൊരു അമ്മച്ചിയാണ്. ബാക്കിൽ പുണ്ണ് എല്ലാം ഉള്ളത്. പക്ഷേ ആ അമ്മച്ചിയെ, എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞ് എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു അമ്മച്ചിയാണ് അത്. മാമയാണ് ഞാൻ അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. ആ അമ്മച്ചിയെ നോക്കിയത് എൻ്റെ സ്വന്തം കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ അമ്മയായിരിക്കാം അവർ. അതുകൊണ്ട് ഞാൻ ആ അമ്മച്ചിയെ നോക്കിയത് എൻ്റെ അമ്മച്ചിയെ പോലെയാണ്. പക്ഷേ 4 കൊല്ലം കഴിഞ്ഞപ്പോൾ അവരുടെ മകൾ എന്നെ ചെയ്തത്, ഞാൻ ഒരു തെറ്റും ചെയ്യാതെ 15 ദിവസത്തെ ശമ്പളം ചോദിച്ചു എന്ന് പറഞ്ഞ് അവൾ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് എന്നെ കുവൈറ്റിലേക്ക് പോകാൻ പറ്റാണ്ടാക്കി. അതെല്ലാം ദൈവം നോക്കിക്കോളും. ഞാൻ അവരുടെ അമ്മച്ചി, അവർ ശമ്പളം തന്നിട്ടാണെങ്കിൽ എൻ്റെ അമ്മയെപ്പോലെ ഞാൻ നോക്കിയത് കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇന്നും ഞാൻ ആ അമ്മച്ചിയെ ഓർക്കുന്നു എൻ്റെ അമ്മയെപ്പോലെ. ബാക്കിയുള്ളതെല്ലാം ദൈവം നിശ്ചയം. രണ്ടാമത് എനിക്ക് കിട്ടിയത് ഫോർട്ട് കൊച്ചി ചുള്ളിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. പക്ഷേ ആ അമ്മച്ചിയെ സ്നേഹിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം ആ അമ്മച്ചി, ഒരു ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് കയറി 2 മണിക്ക് കയറി, പിറ്റേ ദിവസം 7:30 ആകുമ്പോഴത്തേനും ആ അമ്മച്ചി മരിച്ചുപോയി. അത് കാരണം അവരായിട്ട് എനിക്ക് കൂടുതൽ അടുത്തില്ലെങ്കിൽ പോലും ഞാൻ ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് പോയിട്ട് ആ അമ്മച്ചിക്ക് മരുന്നും വെള്ളവും കൊടുത്ത് അവരിനെ ആ കുറച്ച് നേരത്തിനെങ്കിലും അവരുടെ അപ്പിയെടുത്തതും മൂത്രം എടുത്തതും എല്ലാം ഞാൻ എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് ഞാൻ ചെയ്തത്. അതിലും ഞാൻ സന്തോഷം കണ്ടെത്തുന്നു. അത് കഴിഞ്ഞ് എനിക്ക് കളമശ്ശേരിയിലൊരു ജോലി കിട്ടി. അതും അതേപോലെ തന്നെയായിരുന്നു. പിന്നെ എനിക്ക് കിട്ടിയത് തോപ്പുംപടിയിൽ നിന്ന് ഏകദേശം ഒരു നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ ഒരു ഹോസ്പിറ്റൽ, ജോയി എന്ന് അങ്ങനെ എന്തോ ഒരു പറഞ്ഞ ഹോസ്പിറ്റലാണ്. ഞാൻ 10 ദിവസം ആ അമ്മച്ചിയെ നോക്കി. എൻ്റെ ഹൃദയത്തിൽ ആ അമ്മച്ചി അങ്ങ് കടന്നുകൂടി. വല്ലാത്ത സ്നേഹം. കുവൈറ്റിലെ അമ്മച്ചിയെ പോലെ തന്നെ ആ അമ്മച്ചിയും എൻ്റെ ഹൃദയത്തിൽ കുടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഏത് ജോലി ചെയ്യുന്നതിനും നമ്മളുടെ മനസ്സിൻ്റെ സംതൃപ്തി തരുന്ന ജോലി ചെയ്യണമെന്നാണ് എൻ്റെ ഒരു നിഗമനം അതാണ്. അപ്പം ഞാൻ ആ ജോലിയിലാണ്. ചിലവർക്ക് വയസ്സായവരെ നോക്കാനും അവരെ സംരക്ഷിക്കാനും വൃത്തിയായി നോക്കാനും കഴിയണമെങ്കിൽ അതിനൊരു മനസ്സ് തന്നെ വേണം. ഞാൻ നേഴ്സിംഗ് പഠിച്ചിട്ടില്ല, പക്ഷേ ഒരു രോഗിനെ എങ്ങനെ പരിചരിക്കണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സ്നേഹം, ഭക്ഷണം കൊടുക്കുക, കുളിപ്പിക്കുക, വൃത്തിയായി നോക്കുക, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതനുസരിച്ച് അവരെ നോക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം തരുന്ന ജോലി. പിന്നെ കുഞ്ഞുങ്ങളെ നോക്കുന്നത്, എല്ലാവരും എന്നെ നാട്ടിൽ പറയും ഞാൻ ഭയങ്കര വില്ലത്തിയാണെന്നൊക്കെ. പക്ഷേ ഓരോ കൊച്ചിനെ നോക്കുന്നതും ഒരു പ്രസവിച്ച് കഴിഞ്ഞ് 1 വയസ്സ് വരയ്ക്കും 1.5 വയസ്സ് വരയ്ക്കൊക്കെ കിട്ടുന്ന കൊച്ചുങ്ങളോട് അത്ര ഉപദ്രവം ഉണ്ടാവില്ല. കാരണം അവർ ഭക്ഷണം കൊടുത്ത് വയറ് നിറച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യം നോക്കി അവരിരും. പക്ഷേ 2 വയസ്സ് കഴിഞ്ഞ് 5 വയസ്സ് വരെ ഒരു കുഞ്ഞിനെ നോക്കണമെങ്കിൽ ശരിക്ക് ക്ഷമാശീലമുള്ളവർ തന്നെ വേണം. കാരണം 10, 85, 90 വയസ്സായ അമ്മച്ചിമാരെ നോക്കുന്ന പോലെ തന്നെയാണ് ആ കുഞ്ഞുങ്ങളെ നോക്കുന്നതും, കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ തന്നെയാണ് ആ അമ്മനെ നോക്കുന്നത്. അതിനും ക്ഷമ തന്നെ വേണം.
അപ്പോൾ എനിക്ക് ക്ഷമയില്ല, ഇല്ലെങ്കിൽ സ്നേഹമില്ല, ഹൃദയമില്ല എന്ന് പറയുന്ന എല്ലാവർക്കും ഞാൻ ചെയ്യുന്ന ജോലി, ഓരോ കുഞ്ഞുങ്ങളും ഞാൻ നോക്കിക്കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ തോളത്ത് കയറിയിരിക്കുന്ന മക്കളാണ് ഞാൻ ഇന്ന് നോക്കിയിരിക്കുന്നത്. കാരണം ഞാൻ അവരെ നോക്കുന്നത് എൻ്റെ പേരക്കുട്ടികളെ പോലെയാണ്. എനിക്ക് എൻ്റെ പേരക്കുട്ടികളെ, എൻ്റെ അമ്മയെ നോക്കാൻ പറ്റിയില്ല, അതേപോലെ തന്നെയാണ് എൻ്റെ പേരക്കുട്ടികളെ എനിക്ക് നോക്കാനും സ്നേഹിക്കാനും എടുക്കാനും കിട്ടാത്തത് കൊണ്ട് കിട്ടുന്ന കുഞ്ഞുങ്ങളെ ഞാൻ എൻ്റെ പേരക്കുട്ടികളായിട്ടാണ് ഞാൻ സ്നേഹിക്കുന്നത്. എന്നെ മനസ്സിലാക്കാനും എൻ്റെ ഹൃദയം കാണാനും എൻ്റെ കൂടെ ഇരിക്കുന്നവർ ആർക്കും കഴിഞ്ഞിട്ടില്ല. എല്ലാവർക്കും സ്വാർത്ഥത, പണം, കാശ്, സ്വത്ത്, മുതൽ ഇതൊന്നുമല്ല എന്നുള്ളത് മനസ്സിലാക്കിയ ആളാണ് ഞാൻ. ഈ ജീവിതത്തിൽ സമാധാനം, സന്തോഷമായ ജോലി ചെയ്യുക, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എനിക്കിഷ്ടം അമ്മമാരെ നോക്കലാണ്. അതിന് ശമ്പളം കുറഞ്ഞാലും ശമ്പളം കൂടിയാലും അമ്മമാരെ നോക്കുന്ന ഒരു ജോലി ഞാൻ എൻ്റെ അനുഭവത്തിൽ ആനന്ദം കണ്ടെത്തിയ ഒരു പണിയാണ്. കാരണം കുവൈറ്റിൽ ഞാൻ 5 വർഷം നോക്കി അമ്മച്ചിയെ വിട്ട് ഞാൻ പുറത്ത് പോയാൽ 2 മണിക്കൂർ കൊണ്ട് ഞാൻ തിരിച്ചു വരും. കാരണം എനിക്ക് അമ്മച്ചിയെ കാണാതെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അതുപോലെയാണ് എനിക്ക് തോപ്പുംപടിയിലത്തെ ആ അമ്മച്ചിനെ കിട്ടിയത്. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരുപാട് അമ്മമാർ എനിക്കുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇവരൊക്കെ ആയിരിക്കാം എൻ്റെ അമ്മമാർ. അതുകൊണ്ട് എല്ലാവരും ഏത് ജോലി ചെയ്യുകയാണെങ്കിലും സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ചെയ്യണം. എന്നാലേ അതിനൊരു ആനന്ദമുള്ളൂ. പിന്നെ എനിക്ക് സങ്കടം, അത് എൻ്റെ അനുഭവം എന്നെ ഒരുപാട് വേദന തന്ന ആ വേദനകൾ എൻ്റെ ഉള്ളിൽ കരയുന്നത് കൊണ്ടാണ് എനിക്ക് എൻ്റെ കണ്ണിൽ കൂടെ എപ്പോഴും കണ്ണുനീര് വരുന്നത്. മറക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ല എനിക്ക്. അതുകൊണ്ടാണ് എന്തെങ്കിലും പറയുമ്പോഴും പെട്ടെന്ന് എനിക്ക് സങ്കടം വരുന്നത്. അപ്പോൾ എല്ലാവരും സ്നേഹിക്കാൻ മാത്രം, പണവും കാശും ദൈവം തരുന്നതാണ്. ഈ ലോകത്തിൽ സ്നേഹിക്കുക, കയ്യിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കുക. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആരെയും ഉപദ്രവിക്കാൻ പോകരുത്. ഇതെല്ലാം അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഒരു തെറ്റും ചെയ്യാതെ ഞാൻ ഒരുപാട് വേദന തിന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്നേഹത്തിൽ കവിഞ്ഞ് ഒന്നുമില്ല എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർ എന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിലൊരു വേദന വരുന്നുണ്ട്. മറക്കും ഞാൻ. എല്ലാം ഞാൻ മറന്ന് മുന്നോട്ട് തന്നെ ഞാൻ ജീവിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നമസ്കാരമുണ്ട്. ഓക്കെ, ബൈ ഉമ്മ.